ഹലോ, വെരി ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. ഏറ്റവും നല്ല ദിവസമായിട്ട് ഈ ഒരു ദിവസം മാറട്ടെ. ഓക്കെ, നമുക്ക് ഏതായാലും നമ്മൾക്ക് ഈ ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ ഒരു മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങാം. നമ്മൾ കുറേയൊന്നും പറയുന്നില്ല. നമുക്കറിയാം, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു മുദ്ര ആയാലും അതേപോലെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു പോസ്റ്റർ എങ്ങനെയെന്നുള്ളതൊക്കെ മറ്റു ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഫീൽ ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലം ചൂസ് ചെയ്തിട്ട് മാക്സിമം മെഡിറ്റേഷൻ എന്നുള്ള എക്സ്പീരിയൻസ് ലഭിക്കണം എന്നൊരു ഫോക്കസോട് കൂടിയിട്ട് മെഡിറ്റേഷനിലേക്ക് ഇരിക്കാം. ഞാൻ എന്ത് ചെയ്യാം, വീഡിയോ പ്ലേ ചെയ്യാം കേട്ടോ. ADN ടോക്സ് മാജിക്കൽ ഹീലിംഗ് മെഡിറ്റേഷനിലേക്ക് സ്വാഗതം. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും സ്വസ്ഥമായ അവസ്ഥയിലിരിക്കാവുന്നതാണ്. ഒരു പൂർണ്ണ വിശ്രമാവസ്ഥയിലേക്ക് കടക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണ്. ഇടത് കൈക്ക് മുകളിൽ വലതു കൈ ചേർത്ത് വെച്ച് തള്ളവിരൽ കൂട്ടിമുട്ടിച്ചുകൊണ്ട് മണ്ഡലമുദ്രയിലിരിക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ മനസ്സിൻ്റെ അഗാധതയിലേക്ക് മെല്ലെ റിലാക്സ് ചെയ്ത് കടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഒരു ദീർഘശ്വാസം എടുത്ത് വിടാവുന്നതാണ്. ശ്വാസം ഉള്ളോട്ടെടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും നന്നായി ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോൾ പ്രപഞ്ചശക്തിയിൽ നിന്നുമുള്ള ഒരു പോസിറ്റീവ് ഹീലിംഗ് എനർജി നിങ്ങളുടെ ശരീരത്തിലേക്ക് കടക്കുന്നതായി നിങ്ങൾക്ക് കാണാം. ആ എനർജി ഒരു സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശമായി നിങ്ങളുടെ ശരീരമാകെ പടർന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രകാശത്തിനോടൊപ്പം ഈ പ്രപഞ്ചത്തിൽ നിന്നുമുള്ള എല്ലാവിധ നന്മകളും നിങ്ങൾക്കുള്ളിലേക്ക് കടക്കുന്നു. നല്ല ചിന്തകൾ, നല്ല സങ്കല്പങ്ങൾ, നല്ല നല്ല ആശയങ്ങൾ നിങ്ങൾക്കുള്ളിലേക്ക് കടക്കുന്നു. മനസ്സിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള ആനന്ദം നുകരാൻ നിങ്ങൾ നിങ്ങളെ അനുവദിക്കുന്നു. നിങ്ങളുടെ ശ്വാസം നിങ്ങളുടേതായ താളത്തിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാം. ശരീരത്തിൽ എവിടെയെങ്കിലും രോഗമോ വേദനയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് സ്വർണപ്രകാശം ആവരണം ചെയ്ത് നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നതായി അനുഭവിക്കാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾക്കുള്ളിലെ എല്ലാവിധ നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് വികാരങ്ങളും പുറത്തേക്ക് പോകുന്നു. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നല്ല ഉന്മേഷവും ഊർജവും നിങ്ങളുടെ ശരീരമാകെ പടരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു.
ശരീരത്തിലെ എല്ലാ അവയവങ്ങളും റിലാക്സ് ചെയ്യുന്നതായി നിങ്ങൾ അറിയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാലുകളിലേക്ക് ശ്രദ്ധിക്കാം. അവ പൂർണ്ണമായും റിലാക്സ് ചെയ്യുകയാണ്. കാൽവിരലുകൾ, കണംകാൽ, കാൽപാദങ്ങൾ, കാൽമുട്ടുകൾ എല്ലാം പൂർണ്ണമായും റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഇടുപ്പും ഉദരവും നട്ടെല്ലും പുറം ഭാഗത്തെ മസിലുകളും എല്ലാം പൂർണ്ണമായും വിശ്രമത്തിലേക്ക് പോകുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ദഹനേന്ദ്രിയങ്ങൾ, കിഡ്നികൾ, പാൻക്രിയാസ്, ലിവർ എല്ലാം പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു. നിങ്ങൾക്കത് വ്യക്തമായി ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം, ശ്വാസകോശം എല്ലാം പൂർണ്ണമായും വിശ്രമിക്കുന്നു. നിങ്ങളുടെ മുതുകും നെഞ്ചും റിലാക്സ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ അറിയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് ശ്രദ്ധിക്കാം. അവ പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു. കൈവിരലുകൾ, കൈപ്പത്തി, കൈമുട്ട് എല്ലാം വിശ്രമിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ വിശ്രമം 10 ഇരട്ടിയായി വർദ്ധിക്കുന്നു. നിങ്ങളുടെ കഴുത്തും തോൾ ഭാഗവും പൂർണ്ണമായും വിശ്രമിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വലിയൊരു ഭാരം ഇല്ലാതാകുന്നതായി നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങളുടെ മുഖം, കവിളുകൾ, താടിയെല്ലുകൾ എല്ലാം പൂർണ്ണമായും വിശ്രമിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ വിശ്രമിക്കുന്നു. കൺപോളകൾക്ക് കനം കൂടുന്നതായിട്ട് നിങ്ങൾ അറിയുന്നുണ്ട്. നെറ്റിത്തടം, തലയുടെ മുകൾ ഭാഗം, പിൻഭാഗം എല്ലാം പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു. ചുറ്റുവട്ടത്തുള്ള എല്ലാ ശബ്ദങ്ങളും കൂടുതൽ വിശ്രമത്തിലേക്ക് കടക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. ഇനി എൻ്റെ ശബ്ദത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കാം. ഞാൻ 10 വരെ കൗണ്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ വിശ്രമം 100 ഇരട്ടിയായി വർദ്ധിക്കുന്നു. 1. You are relaxing. 2. Your whole body is relaxing. 3. Your internal organs are relaxing. 4. നിങ്ങൾ കൂടുതൽ റിലാക്സേഷൻ അനുഭവിക്കുന്നു. 5, 6, 7, 8, 9, 10. Now you are completely relaxed. ഇപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് തുറന്നിരിക്കുകയാണ്. പ്രപഞ്ച മനസ്സുമായി നിങ്ങളുടെ മനസ്സ് ലയിച്ചു ചേരുന്നത് നിങ്ങൾ അറിയുന്നു. മെല്ലെ നിങ്ങളുടെ മനസ്സിലേക്ക് ഫൊർഗിവ്നെസ് കൊണ്ടുവരിക. എല്ലാത്തിനും ക്ഷമിച്ചു കൊടുക്കാനായി നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ തയ്യാറാണ്.
ആദ്യമായി നിങ്ങൾ നിങ്ങൾക്ക് ക്ഷമിച്ചു കൊടുക്കുന്നു. ഇത്രയും കാലം ഉണ്ടായ എല്ലാ വേദനകൾക്കും തെറ്റുകൾക്കും നിങ്ങൾ നിങ്ങൾക്ക് ക്ഷമിച്ചു നൽകുന്നു. പൂർണ്ണമായും നിങ്ങളുടെ മനസ്സ് ഫോർഗിവ്നെസ് മാത്രമാണുള്ളത്. അടുത്തതായി നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ക്ഷമിച്ചു നൽകാം. അവരിൽ നിന്ന് എന്തെങ്കിലും വിഷമം നിങ്ങൾക്കുണ്ടായെങ്കിൽ അത് പൂർണ്ണമായും നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുന്നു. ഒരു കണിക പോലും വിദ്വേഷം മനസ്സിൽ ബാക്കി വെക്കാത്ത രീതിയിൽ നിങ്ങൾ അവർക്ക് പൂർണ്ണ രീതിയിൽ ക്ഷമിച്ചു കൊടുക്കുന്നു. അടുത്തതായി നിങ്ങളുടെ സുഹൃത്തുക്കളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുമായുള്ള ഓർമ്മകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നീരസം അവരിൽ നിന്നും അനുഭവപ്പെട്ടെങ്കിൽ നിങ്ങളത് ഇപ്പോൾ ക്ഷമിച്ചു നൽകുന്നു. അതെത്ര വലുതായാലും നിങ്ങളത് സാരമാക്കുന്നില്ല. നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായി നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ക്ഷമിച്ചു കൊടുക്കാനായി നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറക്കുന്നു. ഈ ലോകത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും നിങ്ങൾ ക്ഷമ നൽകുന്നു. നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അടുത്തതായി നിങ്ങളുടെ മനസ്സിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി കൊണ്ടുവരുന്നു. ആദ്യമായി നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ദൈവത്തിന് നിങ്ങൾ നന്ദി പറയുന്നു. ഇത്രയും കാലം നിങ്ങളെ സംരക്ഷിച്ചതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ, അവരിലേക്ക് നിങ്ങൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പകരുകയാണ്. ആ നന്ദിയുടെ ആനന്ദം പൂർണ്ണ രീതിയിൽ അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അവർ നിങ്ങൾക്ക് ചെയ്തു തന്ന ഓരോ ചെറിയ കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് അതിനെല്ലാത്തിനും നിങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് മൈ ഡിയർ പാരൻസ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി. അടുത്തതായി നിങ്ങളുടെ ഗുരുക്കന്മാർക്ക് നിങ്ങൾ നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഇന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേരാൻ നിങ്ങളെ സഹായിച്ച അധ്യാപകരിലേക്ക് നിങ്ങൾ നന്ദിയുടെ ഊർജം പകരുകയാണ്. അവർ പഠിപ്പിച്ച ഓരോ അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും കഥകൾക്കും കവിതകൾക്കും ആശയങ്ങൾക്കും നിങ്ങൾ വല്ലാതെ നന്ദി കാണിക്കുന്നു. Thank you so much, my dear teachers. Thank you so much. ഒരുപാട് നന്ദി. ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവർക്ക് നിങ്ങൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുന്നു. പല ഘട്ടങ്ങളിലും നിങ്ങളെ സഹായിച്ചവർ, നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ, എല്ലാവർക്കും നിങ്ങൾ നന്ദി പറയുകയാണ്.
ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളോടും, ഉറുമ്പുകളോടും, പ്രാണികളോടും, കൃമികീടങ്ങളോടും, മരങ്ങളോടും, പൂക്കളോടും, പുഴകളോടും, ഈ പ്രകൃതിയിലെ എല്ലാത്തിനും നിങ്ങൾ നന്ദി പറയുന്നു. നിങ്ങളുടെ മനസ്സിലൂടെ നന്ദി നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നതായിട്ട് നിങ്ങൾ അനുഭവിക്കുന്നു. അടുത്തതായി നിങ്ങളുടെ മനസ്സിലേക്ക് ഉപാധികളില്ലാത്ത സ്നേഹം കടന്നു വരുന്നു. നിങ്ങൾക്ക് നിങ്ങളോടും മറ്റുള്ള എല്ലാത്തിനോടും ഉപാധികളില്ലാത്ത സ്നേഹം മനസ്സിൽ നിറയുന്നു. നിങ്ങൾ സ്നേഹമായി മാറുന്നു. നിങ്ങൾക്ക് സ്നേഹം മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. നിങ്ങളുടെ മനസ്സിലെ അനന്തമായ സ്നേഹത്തിൻ്റെ ശക്തിയിൽ ഈ ലോകം മുഴുവനും നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ചുറ്റിലുമുള്ള എല്ലാ ഇരുട്ടിനെയും വേദനകളെയും നിങ്ങൾ നിറഞ്ഞ സ്നേഹത്താൽ പ്രകാശിപ്പിച്ച് സൗഖ്യപ്പെടുത്തുന്നു. നിങ്ങൾ പൂർണ്ണമായും സ്നേഹത്തിൽ അലിഞ്ഞു ചേരുകയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ഒരു സിനിമയിലെന്ന പോലെ നിങ്ങളുടെ ഭാവി ജീവിതം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള നിങ്ങളുടെ ശരീരം, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വീട്, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വാഹനങ്ങൾ, കുടുംബം, സുഹൃത്തുക്കൾ എല്ലാം നിങ്ങൾ വ്യക്തമായ രീതിയിൽ കാണുന്നു. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓരോ ഗന്ധവും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോ സ്പർശനവും നിങ്ങൾ അറിയുന്നുണ്ട്. അല്പസമയം ആ പുതിയ ജീവിതം നിങ്ങൾ നന്നായി ആസ്വദിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാം. ഞാൻ ഒരു വിജയിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തെ സ്നേഹിക്കുന്നു. ഞാൻ മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ്. ഞാൻ ആരോഗ്യവാനാണ്. എൻ്റെ സൗന്ദര്യം ഓരോ ദിവസവും വർദ്ധിക്കുന്നു. എന്നിലേക്ക് സമ്പത്തിൻ്റെ ഒരു ഒഴുക്ക് തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. ഒരുപാട് സമ്പത്ത് എന്നിലേക്ക് ഒരു തടസ്സവുമില്ലാതെ അനായാസം എത്തിച്ചേരുന്നു. ഞാൻ എൻ്റെ എല്ലാ ബന്ധങ്ങളിലും വിജയിക്കുന്നു. എൻ്റെ ലക്ഷ്യത്തിലേക്ക് എന്നെ സഹായിക്കാൻ കെൽപ്പുള്ള വ്യക്തികളെ ഞാൻ എന്നിലേക്ക് ആകർഷിക്കുന്നു. അടുത്തതായി നിങ്ങൾക്ക് ചിന്തകളില്ലാത്ത ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കാം. രണ്ട് ചിന്തകൾക്കിടയിലുള്ള ഒരു ഗ്യാപ്പിലൂടെ ചിന്തകളില്ലാത്ത
ആ ലോകത്തേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. കുറച്ചു സമയം ദൈവിക അനുഭൂതികൾ നിങ്ങൾക്ക് അനുഭവിക്കാം. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, hold on and breathe out. 3 വരെ കൗണ്ട് ചെയ്യുമ്പോഴേക്കും പൂർണ്ണ ബോധത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാം. 1, 2, 3. കൈപ്പത്തികൾ കൂട്ടിത്തിരുമ്പി ചൂടാക്കിയതിന് ശേഷം കണ്ണുകളിൽ വെച്ച് മെല്ലെ കണ്ണുകൾ തുറക്കാം. ഹലോ, ഇതേ വൈബ്രേഷനിൽ ഇരുന്നിട്ട് നമുക്ക് അഫർമേഷനും കൂടെ ചെയ്യട്ടോ. ജസ്റ്റ് നമ്മുടെ കൈ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഈ അഫർമേഷനിൽ പറയുന്ന ഓരോ സെൻറ്റൻസും ഓരോ വാക്കുകളും അത് നമ്മളോട് തന്നെയാണ് നമ്മൾ പറയുന്നത് എന്ന രീതിയിൽ ഇരുന്ന് ആ ഒരു വാക്കുകൾ എന്താണോ അതിൽ കംപ്ലീറ്റ് ഫോക്കസ് കൊടുക്കട്ടോ. ADN ടോക്സ് മാജിക്കൽ അഫർമേഷൻസിലേക്ക് സ്വാഗതം. ഞാൻ ഉന്നതനാണ്. ഞാൻ സന്തോഷവാനാണ്. ഞാൻ സമ്പന്നനാണ്. ഞാൻ സമൃദ്ധനാണ്. ഞാൻ നന്മയാണ്. ഞാൻ സ്നേഹമാണ്. സ്നേഹം ഞാനാണ്. ഞാൻ ഒരു അത്ഭുതമാണ്. ഞാൻ ആത്മവിശ്വാസം നിറഞ്ഞ വ്യക്തിയാണ്. ഞാൻ ഒരു നല്ല സുഹൃത്താണ്. ഞാൻ വിജയിയാണ്. ഞാൻ വിജയമാണ്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ഞാൻ അനുഗ്രഹമാണ്. ഞാൻ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. ഞാൻ ആരോഗ്യവാനാണ്. ഞാൻ ഐശ്വര്യം നിറഞ്ഞ വ്യക്തിയാണ്. ഞാൻ നല്ല ഓജസ്സുള്ള വ്യക്തിയാണ്. ഞാൻ പ്രകാശമാണ്. ഞാൻ നല്ല സൗന്ദര്യമുള്ള വ്യക്തിയാണ്. ഞാൻ സമാധാനം നിറഞ്ഞയാളാണ്. ഞാൻ സമാധാനമാണ്. ഞാൻ സൗഭാഗ്യം നിറഞ്ഞ വ്യക്തിയാണ്. ഞാൻ സ്നേഹം പടർത്തുന്ന വ്യക്തിയാണ്. ഞാൻ ഒരു നല്ല ശരീരത്തിനുടമയാണ്. ഞാൻ എൻ്റെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്നയാളാണ്. ഞാൻ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. ഞാൻ നന്നായി ആശയവിനിമയം നടത്തുന്ന വ്യക്തിയാണ്. ഞാൻ പാണ്ഡിത്യം നിറഞ്ഞ വ്യക്തിയാണ്. ഞാൻ പ്രതിഭാശാലിയാണ്. ഞാൻ സൂക്ഷ്മത നിറഞ്ഞ വ്യക്തിയാണ്.
ഞാൻ ധൈര്യം നിറഞ്ഞയാളാണ്. ഞാൻ നന്ദിയുള്ളയാളാണ്. ഞാൻ എല്ലായ്പ്പോഴും ശാന്തനാണ്. ഞാൻ ബഹുമാനിക്കപ്പെടുന്നയാളാണ്. ഞാൻ സ്നേഹിക്കപ്പെടുന്നയാളാണ്. ഞാൻ ശുദ്ധിയുള്ള മനസ്സിനും ശരീരത്തിനും ഉടമയാണ്. ഞാൻ മികച്ചൊരു നേതാവാണ്. ഞാൻ ഔദാര്യവാനാണ്. ഞാൻ സഹിഷ്ണുത നിറഞ്ഞ വ്യക്തിയാണ്. ഞാൻ ക്ഷമയുള്ളയാളാണ്. ഞാൻ സംതൃപ്തി നിറഞ്ഞ വ്യക്തിയാണ്. ഞാൻ മെച്ചപ്പെട്ട ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിപുണനാണ്. ഞാൻ എല്ലാ പ്രശ്നങ്ങളിലും അവസരം കണ്ടെത്തുന്ന വ്യക്തിയാണ്. ഞാൻ ആരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. ഞാൻ പ്രകൃതിയുമായി അടുത്തു നിൽക്കുന്ന വ്യക്തിയാണ്. ഞാൻ അച്ചടക്കമുള്ളയാളാണ്. ഞാൻ സമയനിഷ്ഠമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഞാൻ കാരുണ്യം നിറഞ്ഞയാളാണ്. ഞാൻ ഊർജമാണ്. ഞാൻ ശക്തനാണ്. ഞാൻ എൻ്റെ അന്തർജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ്. ഞാൻ എൻ്റെ ഹൃദയം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമായി തുറന്നു വച്ചിരിക്കുകയാണ്. ഞാൻ സമ്പൂർണ്ണ സൗഖ്യം അനുഭവിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ചിന്തകളാൽ സൃഷ്ടിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ സൃഷ്ടാവാണ്. ഞാൻ തോൽവിയെയും വിജയത്തെയും ഒരുപോലെ ആസ്വദിക്കുന്നു. ഞാൻ എൻ്റെ എല്ലാ കഴിവുകളും പരിപോഷിപ്പിക്കുന്നു. ഞാൻ പോഷക ഗുണമുള്ള ആഹാരം ഇഷ്ടപ്പെടുന്നു. ഞാൻ ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പുതിയ അവസരങ്ങളിലേക്കും സാധ്യതകളിലേക്കും എത്തിച്ചേരുകയാണ്. ഞാൻ ഓരോ ദിവസവും വളരുകയാണ്. ഞാൻ ഓരോ ദിവസവും എൻ്റെ പാണ്ഡിത്യം വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുകയാണ്. ഞാൻ എൻ്റെ എല്ലാ ബന്ധങ്ങളിലും വിജയിക്കുന്നു. ഞാൻ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. ഞാൻ എൻ്റെ ദൗത്യം പരിപൂർണതയിൽ നിർവഹിക്കുകയാണ്. ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കുകയാണ്. ഞാൻ സംരക്ഷിക്കപ്പെടുകയാണ്. ഞാൻ എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഒരു വെളിച്ചമായി മാറുകയാണ്. ഞാൻ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഞാൻ എൻ്റെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും ലക്ഷ്യത്തിലേക്ക് ഉണർത്തുകയാണ്. ഞാൻ ഒരുപാട് അറിവ് നേടുകയാണ്. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിയായ പാതയിലേക്ക് എന്നെ എത്തിക്കുകയാണ്. ഞാൻ മാറ്റങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാണ്. ഞാൻ ദൃഢനിശ്ചയമുള്ള വ്യക്തിയാണ്. ഞാൻ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ്. ഞാൻ കൂടുതൽ സ്വസ്ഥനായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ എല്ലാ ഭയങ്ങളും ഉപേക്ഷിക്കും. ഞാൻ എൻ്റെ സർഗാത്മക കഴിവിനെ ഉണർത്തുന്നു. ഞാൻ അംഗീകരിക്കപ്പെടുകയാണ്. ഞാൻ അഭിവൃദ്ധി ആകർഷിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് മഹാത്മാക്കളെ ആകർഷിക്കുന്നു. ഞാൻ സത്യസന്ധതയോടെയും ധാർമ്മികതയോടെയും സമ്പത്തുണ്ടാക്കുന്നു. ഞാൻ ഓരോ ദിവസവും
ബുദ്ധിപരമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നു. ഞാൻ സമ്പത്ത് നേടി സമൂഹത്തെ സേവിക്കുന്നു. ഞാൻ സ്വപ്നം കാണുന്ന രീതിയിൽ തന്നെ സമ്പത്ത് ആകർഷിക്കാൻ എനിക്ക് കഴിയുന്നു. ഞാൻ എല്ലാവരെയും എല്ലായ്പ്പോഴും എന്നെപ്പോലെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ സമയം ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കുന്നു. ഞാൻ എന്നിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാൻ ശാന്തമായ ഒരു ദിവസം ആസ്വദിക്കാൻ പോകുകയാണ്. ഞാൻ എൻ്റെ വ്യക്തിത്വത്തെയും ഇപ്പോൾ ഞാൻ സ്വന്തമാക്കിയിട്ടുള്ള എല്ലാത്തിനെയും ആസ്വദിക്കുന്നു. ഞാൻ ദിവസവും സന്തുലിതമായ ഒരു ജീവിതം സൃഷ്ടിക്കുന്നു. ഞാൻ വൈകാരികമായി കൂടുതൽ കരുത്തു നേടുന്നു. ഞാൻ ഉന്മേഷവാനാണ്. ഞാൻ എന്നിലെ അനന്തതയെ കണ്ടുമുട്ടും. ഹലോ. മെഡിറ്റേഷനും അതേപോലെ തന്നെ അഫർമേഷനും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ വിസ്ഡം ഷെയറിംഗ് എന്നൊരു സെഗ്മെന്റിലേക്ക് ഇറങ്ങാം. ഓക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്താണ്, എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് അത് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ചെറിയൊരു വശമാണല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ ഡേ അതിലേക്ക് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് എന്നല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അവെയർ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മളിലുള്ള മൈൻഡ്ഫുൾനെസ്സിനെ, നമ്മളിലുള്ള സമാധാനത്തെ ഏറ്റവും നല്ല രീതിയിൽ നെർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡേ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ, ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ചിലപ്പോൾ നമ്മൾ സെയിം റൊട്ടീൻ തന്നെ ആവാം മുന്നോട്ടേക്ക് പോകുമ്പോൾ കീപ്പ് ചെയ്യുന്നതായിട്ടുള്ളത്. ഒരു പക്ഷേ ഡിഫറെൻ്റ് റൊട്ടീൻ ആവാം. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നമ്മൾ ആ ഒരു ഡേ എവിടേക്കാണോ നമ്മളെ പ്രതിഫലിപ്പിക്കുന്നതായിട്ടുള്ളത്, നമ്മളെ വിഷ്വലൈസ് ചെയ്യുന്നതായിട്ടുള്ളത്, അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ ഇന്നൊരു രാവിലെ എണീറ്റു, നല്ലൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടു, എന്നിട്ട് ഞാനിങ്ങനെ പുറത്തേക്ക് പോവാണ്. പോയിട്ട് എനിക്ക് അവിടെ ഇങ്ങനെ പോകുന്ന ഇടയിൽ ഒരു കടയിൽ കയറാനോ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നു. ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുക, അയ്യോ, എൻ്റെ ഡ്രസ്സും എൻ്റെ കോസ്റ്റ്യൂമും ഒക്കെ അത്ര ഓക്കെ ആണോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത്ര ഓക്കെ ആണോ, ഞാനിപ്പോൾ ഇവിടെ പോയി ചോദിക്കണം ഈ ഒരു കാര്യം. അതായത് എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, എന്നാലും എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി കാരണമോ അല്ലെങ്കിൽ എൻ്റെ ഒരു കോൺഫിഡൻസ് കുറവ് കാരണമോ എനിക്ക് അവിടെ പോയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിൽ എന്താണോ ഒരു കുറവ് നമ്മൾ കണ്ടിട്ടുള്ളത്, ആ ഒരു കുറവിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയും ആ ഒരു കുറവ് നമ്മളിൽ വീണ്ടും സംഭവിക്കുമോ എന്നൊരു ഭയം കാരണമോ, അല്ലെങ്കിൽ ആ ഒരു കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാതാകുമോ എന്ന ആ ഒരു കാര്യമോ, അല്ലെങ്കിൽ നമ്മളെക്കാൾ കോൺഫിഡൻസ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കൊണ്ടോ ആണ് എന്ത് സംഭവിക്കുന്നതായിട്ടുള്ളത്, നമുക്ക് അവിടെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, എന്താണോ കുറവായിട്ട് നമ്മളിൽ കാണുന്നതായിട്ടുള്ളത് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് ഇന്ന് ഈ തരത്തിലുള്ള കുറവ് ഞാൻ കാണുന്നുണ്ട്, അത് ഞാൻ എനിക്ക് അംഗീകരിച്ചു കൊടുക്കുന്നു എന്ന് നമ്മളോട് പറയുന്നതിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യാന്നുള്ളതാണ്, ആ ഒരു ബുദ്ധിമുട്ടിനെ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്നുള്ള ഒരു സൊല്യൂഷനിൻ്റെ ഏറ്റവും വലിയതും ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അതായത്
എനിക്ക് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുന്നതിൽ കോൺഫിഡൻസ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്ത് ചെയ്യാന്നുള്ളതാണ്, ആ ഒരു സംഭവത്തെ അംഗീകരിച്ചിട്ട് ആ ഒരു പ്രാക്ടീസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ സംസാരം തെറ്റിപ്പോയാലും എനിക്കൊരു കുഴപ്പമില്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തും എന്നുള്ളതാണ്. അത് വെച്ചിട്ട് അതിൽ മടിയനായിട്ടിരിക്കുക എന്നുള്ളതല്ല, എൻ്റെ കോൺഫിഡൻസ് ഞാനായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ നമ്മൾ ചില ലൈഫിലെ സാഹചര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഫാൾട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു ഫെയിലിയറോ വന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഡിപ്രസ്ഡ് ആയിട്ട് അയ്യോ എന്നെ കൊണ്ടൊക്കെ എത്ര പറ്റുള്ളൂ എന്ന രീതിയിൽ ചിന്തിച്ചിട്ട് ഇരിക്കുന്നതിനൊക്കെ അപ്പുറമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, ആ ഒരു സംഭവം അവിടെ സംഭവിച്ചെങ്കിൽ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ സംഭവിച്ചു പോയല്ലോ, കുഴപ്പമില്ല എന്ന രീതിയിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ വലിയൊരു ലെയർ ഓപ്പൺ ആക്കി, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്പിരേഷൻ നമുക്ക് കിട്ടിത്തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം, എവിടൊക്കെയാണോ നിങ്ങൾക്ക് 100% കൊടുക്കാൻ പറ്റാത്തതായിട്ടുള്ളത്, അവിടെ ലാക്ക് ചെയ്യുന്നത് എന്തോ ഒരു ഇൻസെക്യൂരിറ്റിയാണ്. ആ ഇൻസെക്യൂരിറ്റി ആയിട്ടുള്ള സംഭവത്തിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് വേണ്ടതായിട്ടുള്ളത് എന്താണോ അതിലേക്ക് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബിസിനസ്സിനെ ഒരു 10 crore ആയിട്ടുള്ള രീതിയിൽ എനിക്ക് എലവേറ്റ് ചെയ്യിക്കണം, വളർത്തണം എന്ന രീതിയിലാണ് എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. ബട്ട് ആ ഒരു വിഷന് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമോ അല്ലാന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗാഡ്ജറ്റ്സോ മാർക്കറ്റിങ്ങോ ഒന്നും എൻ്റെ അടുത്ത് ഇരിക്കുന്നില്ല എന്ന് വെച്ചോളൂ. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്ത് ചെയ്യണം? ഓക്കെ, എനിക്കൊക്കെ ഇപ്പം ഇത്രയല്ലേ നടക്കുള്ള രീതിയിൽ ലിമിറ്റിംഗ് ബിലീഫിൽ, ഈ ലിമിറ്റിംഗ് തോട്ട്സിൽ ഇങ്ങനെ ഇരിക്കുന്നതിന് അപ്പുറമായിട്ട് ഓക്കെ, എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളില്ല അല്ലെങ്കിൽ ഇന്ന ഇന്ന ഫൈനാൻഷ്യൽ സിറ്റുവേഷനാണ് ഇപ്പോൾ എനിക്ക് ഇരിക്കുന്നതായിട്ടുള്ളത്, ഞാൻ അത് അംഗീകരിക്കുന്നു. എന്നിട്ട് ഞാൻ എത്തേണ്ട ഒരു മെൻ്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, എൻ്റെ മൈൻഡിന് എന്തും പോസിബിൾ ആക്കാൻ പറ്റുന്ന കഴിവിരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ സാധാ ഒരു ബിസിനസ് സംബന്ധിച്ചു, സാധാ ഒരു ബിസിനസ് അതേപോലെ തന്നെ യൂസഫ് അലി സാറ്, ഇവർ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ മാറ്റമെന്ന് പറയുന്നത്, അവര് ബിസിനസ്സിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് അവർ ബിസിനസ്സിലെ സക്സസ്സിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ യൂസഫ് അലി സാറ് ചിന്തിക്കുന്ന രീതിയിൽ ഇദ്ദേഹത്തിനും സാധാ ഒരു ബിസിനസ്മാനും ചിന്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ബിസിനസ്സും ഇതേപോലെ റണ്ണപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ ഇതേപോലെ രീതിയിൽ ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും പല ആളുകൾക്കും ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഇതേപോലത്തെ ലെജൻസ് പോസിബിൾ ആക്കി മാറ്റിയിട്ടുള്ളത് അവർ ആ ഒരു കാര്യത്തിൽ ചിന്തിച്ചതായിട്ടുള്ള, അല്ലെങ്കിൽ അവർ അതിൽ കൊടുത്തൊരു കോൺഫിഡൻസ് ആണ് അല്ലേ. അപ്പൊ അവരും മനുഷ്യരാണ്, നമ്മളും മനുഷ്യരാണ്. പക്ഷെ നമുക്ക് പോസിബിൾ ആക്കാൻ പറ്റാത്ത നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ബ്ലെയിം ചെയ്യുന്ന പല കാര്യങ്ങളാണ്. പക്ഷെ അതിനപ്പുറമായിട്ട് ഈ ജീവിത സാഹചര്യങ്ങളെ വരെ മാറ്റാനുള്ള കഴിവ് നമ്മളെ മൈൻഡിന് അല്ലെങ്കിൽ നമ്മളെ സെൽഫിന് ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അവിടെ ഉള്ള ഒരു സംഭവമാണ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്ന് പറയുന്നത്. അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ ഓക്കെ, എനിക്ക് 10 crore ബഡ്ജറ്റിലേക്ക് എൻ്റെ ബിസിനസ് എത്തിക്കണം. അപ്പം അതിനുള്ള പോസിബിലിറ്റീസ് എന്താണ് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത്ര രീതിയിൽ മാർക്കറ്റിംഗ് നടക്കണം, ഇന്ന രീതിയിലുള്ള പണവും കാര്യങ്ങളൊക്കെ എന്നിലേക്ക് എത്തണം. അപ്പം നമ്മൾ ഓൾറെഡി ഓക്കെ, ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഞാൻ അംഗീകരിക്കുന്നു. ബട്ട് ഞാൻ എന്ത് ചെയ്യാം, സൂൺ ഐ വിൽ, ഞാൻ അവിടെ എത്തും എന്ന രീതിയിലുള്ള ഇതിൽ ഞാൻ എൻ്റെ സെൽഫിൽ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാന്നുള്ളത്, അതായത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന സംഭവമൊക്കെ ഉണ്ട്. അതിലെന്താണ്, എനിക്കത് വേണം എന്ന് പറയുന്നതിനപ്പുറമായിട്ട് എനിക്കത് കിട്ടിയതിൽ ഞാൻ നന്ദിയുള്ളവരാകുന്നു, ഞാൻ ഗ്രേറ്റ്ഫുൾ ആകുന്നു എന്ന രീതിയിലാകുമ്പോൾ അത് നമ്മളിലേക്ക് പെട്ടെന്ന് എത്തുമെന്നുള്ളതാണ്. പോലെപ്പോലെ പറയുന്നുണ്ട്, നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യത്തെ ആഗ്രഹിക്കാന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ടോ നിങ്ങൾ ആഗ്രഹിക്കാന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രപഞ്ചം നിങ്ങൾക്കത് നേടിത്തരും എന്നുള്ളത്. അപ്പോൾ ഈ പ്രപഞ്ചം നേടിത്തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുപാടും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ മുന്നേ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെ, ഞാൻ ഒരു iPhone 12 ഇല്ലെങ്കിൽ ഒരു ഐഫോൺ ലാസ്റ്റത്തെ ജനറേഷന് ഞാൻ എന്ത് ചെയ്യാണ്, 17 Pro Max ഞാൻ ഓർഡർ ചെയ്യാന്ന് വെച്ചോളൂ. ഞാൻ അത്
ഓൾറെഡി പൈസയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എത്താനുള്ള ചെറിയൊരു ഡിലേ ഉണ്ട്. ഒരു 7 ഡേയ്സ് പിടിക്കും. പക്ഷെ ആ ഒരു 7 ഡേയ്സ് ഞാനിങ്ങനെ ഞാനത് കിട്ടിയതിൽ ഗ്രേറ്റ്ഫുൾ ആണ്, എന്നിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ എന്താണ്, എനിക്കൊരു ഹാപ്പിനെസ് ആണല്ലോ അവിടെ കിട്ടുന്നതായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഞാൻ അതിൽ ഗ്രേറ്റ്ഫുൾ ആയത് എന്താണ്, ഞാൻ പേ ചെയ്തിട്ടുണ്ട്, കിട്ടും എന്നുള്ളൊരു ബിലീഫാണ് അല്ലേ. ഇതേപോലത്തെ ഒരു വിശ്വാസം നമ്മൾ നമ്മളിലേക്ക് സമർപ്പിക്കുക. പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും, നമുക്ക് അതിലേക്ക് ഒന്നും തന്നെ പോസിബിൾ ആക്കില്ല എന്നുണ്ടെങ്കിലും, എന്നിൽ പോസിബിൾ ആക്കി തരാൻ കഴിയുന്ന ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് എന്നിലുണ്ട് എന്നൊരു കോൺഫിഡൻസിൽ നമ്മൾ ഇരിക്കുമ്പോൾ, എന്നിട്ട് നമ്മൾ അതിൽ ഗ്രേറ്റ്ഫുൾ ആക്കി മാറുമ്പോൾ എന്ത് പോസിബിൾ ആവും, നമ്മൾ പോലും അറിയാത്ത രീതിയിൽ നമ്മുടെ ലൈഫിൽ മാജിക്ക്, മിറാക്കിൾ പോസിബിൾ ആയിട്ട് മാറുന്നുള്ളതാണ്. അപ്പോൾ ഇന്നൊരു കട്ടിയുള്ള ലൈഫിൽ ഫ്യൂച്ചറിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിസ്ഡമാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. സിംപ്ലി പറയാന്നുണ്ടെങ്കിൽ, എന്താണോ നിങ്ങളിലുള്ള ഇൻസെക്യൂരിറ്റീസ്, ആ ഇൻസെക്യൂരിറ്റീസ് കംപ്ലീറ്റ് അക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് ആ ഇൻസെക്യൂരിറ്റീസ് മാറിയിട്ട് നിങ്ങൾ എങ്ങനത്തെ രീതിയിലുള്ള ഒരു ലൈഫാണോ ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്, അതിന് നിങ്ങൾ കംപ്ലീറ്റ് ഗ്രേറ്റ്ഫുൾ ആയിട്ട് മാറുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോഴല്ലാന്നുണ്ടെങ്കിലും അത് സംഭവിക്കും, സംഭവിക്കാനിരിക്കുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ നിങ്ങളെ സെൽഫിനെ മോട്ടിവേറ്റ് ചെയ്യാം. അതായത് എങ്ങനെ നമുക്ക് ഈ ഭൂമിയിൽ ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ സമയം എത്രയാണ്, ഒരു 6:45 അല്ലേ. ഈ ഒരു സമയത്ത് ഏത് രീതിയിലും എടുക്കാം. എനിക്ക് ഡിപ്രസ്ഡ് ആയിട്ട് സന്തോഷമൊക്കെ പറ്റ കുറഞ്ഞിട്ട്, അതേപോലെ തന്നെ ഒരു ഉന്മേഷമില്ലാത്ത രീതിയിൽ എടുക്കാം. അതിനൊക്കെ അപ്പുറമായിട്ട് ഞാൻ നല്ല രീതിയിൽ ജീവിക്കണം, ഓക്കെ, ഒരു കോൺഫിഡൻസോടെ ഹോപ്പ്ഫുൾ ആയിട്ട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിൽ ഈ ഒരു സമയത്ത് എടുക്കാം. അതൊക്കെ നമ്മളെ ചോയ്സാണ്. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലൊരു അവസ്ഥ ഇവിടെ നിലനിൽക്കുമ്പോൾ നമ്മളെ മൈൻഡോട് നമ്മളിങ്ങനെ ചിന്തിക്കും, അയ്യോ ഇതൊക്കെ ശരിയാവും. അപ്പോൾ ലോജിക്കലി നമ്മുടെ ഉള്ളിലേക്ക് കയറ്റുന്നതിനേക്കാൾ അപ്പുറമാണ് ഹൃദയത്തിൽ നിന്ന് വരുന്നൊരു ചിന്ത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് അൺകോമൺ ആയിട്ട്, ഒന്ന് ലോജിക് കൊണ്ട് സംഭവിക്കാത്ത പല കാര്യങ്ങളും, ഇപ്പോൾ ഞാൻ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പല ഡോക്ടേഴ്സ് ഇതൊന്നും പോസിബിൾ അല്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും പോസിബിൾ ആക്കിയിട്ട് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ഉണ്ട്, മെഡിക്കൽ മിറാക്കിൾ എന്ന് യൂസ് ചെയ്യും. ഓക്കെ, കാരണം എന്താണ്, മെഡിക്കലായിട്ട് നമുക്ക് അത് ഡിഫൈൻ ചെയ്യാൻ വയ്യ. നമ്മളൊരു മെഡിക്കൽ മിറാക്കിൾ എന്ന് പറഞ്ഞിട്ട് അവിടെ അതിനാണ്ട് ആ ഒരു കാറ്റഗറീസിലാണ് മാറ്റി വെക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ കുറേ മിറാക്കിൾസ് നമ്മൾ സംഭവിക്കാനിരിക്കുന്നുണ്ട്, മാജിക്സ് സംഭവിക്കാനിരിക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഇരിക്കുമ്പോൾ, സന്തോഷത്തിലും സമാധാനത്തിലും ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒക്കെ ഒരു ട്രൂത്ത്ഫുൾനെസ്സും ഫുൾഫിൽമെന്റും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു ലോജിക്കൽ വശം ഇരിക്കുന്നുണ്ട് കേട്ടോ. എക്സാക്റ്റ് പോസിറ്റീവ് സൈക്കോളജിയിൽ എന്താണ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ ടൈം ലിമിറ്റഡ് ആണ്. ഇതൊക്കെ നമ്മളെ പ്രീമിയം അതേപോലത്തെ സെഷനിലൊക്കെയാണ് നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തതായിട്ടുള്ളത്. അവിടെ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, ഇഷ്ടം പോലെ ചോദ്യം ഉത്തരമൊക്കെ ചോദിക്കാനുള്ള രീതിയിലാണ് അത് മൊഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്തിൽ നമ്മൾ ഇത്ര കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഉള്ളിൽ കുറേ സീക്രട്ടുകൾ ഇരിക്കുന്നുണ്ട്. സോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണോ ആ കാര്യത്തിൽ കംപ്ലീറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മളീ പോലോ കോലോ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, എന്താണോ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണോ നഷ്ടപ്പെടുന്നത് എന്നത് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാത്തത്, പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ളത്. അതിനപ്പുറമായിട്ട് ഈ ഒരു കാര്യം ചെയ്താൽ എനിക്കതിൽ നിന്ന് എന്ത് കിട്ടും എന്ന ബെനിഫിറ്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നമ്മൾ ഇത്ര കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളത്. ഒരു എക്സ്ട്രാ ഒരു 4 മിനിറ്റ്സ് 3 മിനിറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്, സോറി. സോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. താങ്ക് യു കേട്ടോ. ഏറ്റവും നല്ലൊരു ഡേ ആയിട്ട് ഒരു ഡേ മാറട്ടെ. ഈ ഒരു വിസ്റ്റം ഹോൾഡ് ചെയ്തിട്ട് ത്രൂ ഔട്ട് ഈ ഡേയും ത്രൂ ഔട്ട് നിങ്ങളുടെ ഫ്യൂച്ചറും കൊണ്ടുപോകാൻ പറ്റട്ടെ. താങ്ക് യു.